കേരള ഫാക്ട്സ്. ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം വയനാട് പീഠഭൂമി. വയനാട് കുടക്, കർണാടക അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗം, ബ്രഹ്മഗിരി കുന്നുകൾ. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പരസ്യവാക്യം സ്വീകരിച്ച സംസ്ഥാനം. ഏറ്റവും കൂടുതൽ പ്രാവശ്യം രാഷ്ട്രപതി ഭരണമേർപ്പെടുത്തപ്പെട്ട ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിന് ഫ്രണ്ട്സ് എന്ന സംവിധാനം ആവിഷ്കരിച്ച ഇന്ത്യൻ സംസ്ഥാനം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന പ്രത്യേകത സ്വന്തമാക്കിയ ആദ്യ സംസ്ഥാനം. കുടുംബശ്രീ ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിലാദ്യമായി ചിട്ടി ആരംഭിച്ച സംസ്ഥാനം. മൺസൂൺ കാലത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം. എല്ലാ ടെലിഫോൺ എക്സ്ചേഞ്ചുകളും ഓട്ടോമാറ്റിക് ആക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. നിയമസഭയിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ അനുമതി നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച മാനവ വികസന സൂചികകളുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ കാൻസർ ചികിത്സ സൗജന്യമാക്കാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം. സുകൃതം പദ്ധതി. സ്കൂൾ വിദ്യാർത്ഥികളിൽ കാഴ്ച വൈകല്യമുണ്ടോ എന്ന് കണ്ടെത്താൻ സുനേത്ര എന്ന് പദ്ധതി ആരംഭിച്ച ആദ്യ സംസ്ഥാനം. ലോട്ടറി സംവിധാനം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രകാരം 100 ബാങ്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. അംഗപരിമിതരുടെ സെൻസസ് നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ഡിജിറ്റൽ ബാങ്കിംഗ് നിരക്കുള്ള സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം. 2016 ഫെബ്രുവരി 27. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയെ വകുപ്പ് 356 പ്രകാരം പിരിച്ചുവിട്ടു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ പെൻഷൻ സംസ്ഥാനം. ആദ്യ പുകയില പരസ്യവിമുക്ത സംസ്ഥാനം. ജന്മി സമ്പ്രദായം അവസാനിപ്പിക്കാൻ കഴിഞ്ഞ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് സ്ഥാപിതമായ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി പത്രപ്രവർത്തകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനം. ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനം. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം. എയർ ആംബുലൻസ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ശിശുസൗഹാർദ്ദ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം. തെന്മല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ബാലവിവാഹ നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം. വിനോദസഞ്ചാരത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. 1986. സമുദ്ര ജലനയം ആവിഷ്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ബാലാവകാശ സൂചികയിൽ 1-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ തലസ്ഥാന നഗരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ചെമ്മീൻ കയറ്റുമതിയിൽ 1-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം. പട്ടികവർഗക്കാർ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. എല്ലാ ഗ്രാമങ്ങളിലും സ്പീഡ് പോസ്റ്റ് സ്ഥാപിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. യൂറോപ്യന്മാർ കടൽ മാർഗ്ഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ സംസ്ഥാനം. ചലച്ചിത്ര അക്കാദമി സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിലാദ്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാൾ സെന്റർ സ്ഥാപിച്ച സംസ്ഥാനം. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ തത്സമയ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിലാദ്യമായി മാജിക ടൂറിസം നടപ്പിലാക്കിയ സംസ്ഥാനം. എല്ലാ ഗ്രാമങ്ങളെയും റോഡ് മാർഗ്ഗം ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ടൂറിസം വിവരങ്ങൾ അറിയാൻ ഇന്ത്യയിലാദ്യമായി QR കോഡ് നടപ്പിലാക്കിയ. എല്ലാ ബ്ലോക്കുകളിലും ഫിനാൻഷ്യൽ സെന്ററുകൾ സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിലാദ്യമായി ഭിന്നലിംഗ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം. വാട്ടർ മെട്രോ പദ്ധതി ആരംഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. കീഴടക്കുന്ന നക്സലൈറ്റുകൾക്ക് തൊഴിലും സംരംഭക അവസരങ്ങളും നൽകാൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. സിഗരറ്റ് നിരോധിച്ച 4-ാമത്തെ സംസ്ഥാനം. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിനായി സർക്കാർ മാർഗരേഖ പ്രാബല്യത്തിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ട്രാൻസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി
എന്ന പേരിൽ ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാർക്ക് വേണ്ടി സഹകരണ സംഘം ആരംഭിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി സ്കൂളുകളിൽ ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ ഏർപ്പെടുത്തിയ സംസ്ഥാനം. എല്ലാ ജില്ലകളിലും നേത്ര ബാങ്ക്, ഐ കളക്ഷൻ സെന്റർ എന്നിവ ആരംഭിച്ച ആദ്യ സംസ്ഥാനം. അവശത അനുഭവിക്കുന്ന ചലച്ചിത്രകാരന്മാർക്കും സാങ്കേതിക വിദഗ്ധർക്കും പെൻഷൻ അനുവദിച്ച ആദ്യ സംസ്ഥാനം. സ്വർണത്തിന്റെ ഉപഭോഗത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം. മൂന്നാക്കക്കാരിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ഇന്ത്യയിൽ ആദ്യമായി കമ്മീഷൻ, സമുന്നതി രൂപവൽക്കരിച്ച സംസ്ഥാനം. ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. എല്ലാ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സൗകര്യം ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. മലിനീകരണ നിയന്ത്രണ ബോർഡ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ഹാർബർ ഡിഫൻസ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സ്ത്രീകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. ISROയുടെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ ടൈറ്റാനിയം സ്പോഞ്ച് പ്ലാന്റ് സ്ഥാപിച്ച സംസ്ഥാനം. പ്രവാസികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. പ്രവാസികൾക്ക് പ്രത്യേക വകുപ്പ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. നിയമസഭാ വിവരങ്ങൾ ഡിജിറ്റലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. സ്കൂൾ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് വാക്സിനേഷൻ നിർബന്ധമാക്കിയ സംസ്ഥാനം. ഔദ്യോഗിക രേഖകളിൽ ദളിത്, ഹരിജൻ എന്നീ പദങ്ങൾ ഒഴിവാക്കിയ സംസ്ഥാനം. കാർഷിക രംഗത്തെ നൂതന ആശയങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനായി കമ്മ്യൂണിറ്റി റേഡിയോ ആരംഭിച്ച സംസ്ഥാനം. റോഡപകടങ്ങളിൽപ്പെടുന്നവർക്ക് ആദ്യത്തെ മണിക്കൂറിൽ ചികിത്സ സൗജന്യമായി ലഭ്യമാക്കുന്നതിനായി ട്രോമ കെയർ പ്രോഗ്രാം ആരംഭിച്ച ആദ്യ സംസ്ഥാനം. സമ്പൂർണ്ണ വനിതാ പോലീസ് ബറ്റാലിയൻ ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ പക്ഷി ഭൂപടം തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനാഷണൽ വിമൻ ട്രേഡ് സെന്റർ നിലവിൽ വരുന്ന സംസ്ഥാനം. കേരളത്തെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ 3 തരംതിരിക്കാം: മലനാട്, ഇടനാട്, തീരപ്രദേശം. ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.